നമസ്കാരം. മുഹസിനയുടെയും കുട്ടികളുടെയും മരണം ചികിത്സ നൽകാതെയുള്ള കൊലപാതകമാണെന്നും ഈ മരണങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂരിൽ അക്യുപങ്ചർ ചികിത്സയ്ക്കിടെ മരിച്ച മുഹസിനയുടെ കുടുംബം രംഗത്ത്. ഭർത്താവ് ഇബ്രാഹിമിന്റെ സഹായി റുവൈദ ഫൈസലിനെയും കേസിൽ പ്രതി ചേർക്കണം. ഇവർ ഭാഗമായ അക്യുപങ്ചർ എന്ന തിരൂരിലെ സ്ഥാപനത്തിനെതിരെ അന്വേഷണം വേണമെന്നും മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെ നിരന്തര ഭീഷണിയുണ്ടെന്നും കുടുംബം പറഞ്ഞു. കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൽ താമസമുണ്ടാകണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. മുഹസീനയുടെയും ഇബ്രാഹിമിന്റെയും 3 കുട്ടികളാണ് നിലവിൽ മരിച്ചത്. കേസിൽ മുഹസീനയുടെ ഭർത്താവ് ഇബ്രാഹിം നിലവിൽ റിമാൻഡിലാണ്. തൃശൂരിൽ 7ാമത്തെ പ്രസവത്തിന് പിന്നാലെയാണ് എടക്കഴിയൂർ സ്വദേശിയായ മുഹസീന മരിച്ചത്. സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയതായിട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മുഹസീനയുടെ മരണകാരണം പ്രസവശേഷമുള്ള പരിചരണമില്ലായ്മയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. മരിച്ച നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുവാനും പോലീസിന്റെ സർജൻ ശുപാർശ ചെയ്തിരുന്നു. 15 വർഷം മുൻപാണ് മുഹസീനയുടെയും അക്യുപങ്ചറിസ്റ്റായ ഇബ്രാഹിം വിവാഹിതരാകുന്നത്. ഇതിനിടെ 7 തവണ മുഹസീന പ്രസവിച്ചു. 6 പ്രസവങ്ങൾ ആശുപത്രിയിൽ വെച്ചായിരുന്നുവെങ്കിലും തുടർ ചികിത്സയോ കുട്ടികൾക്ക് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളോ ഇബ്രാഹിം നൽകിയിരുന്നില്ല. ജനുവരി 6-നാണ് എടക്കുഴിയൂരിലെ വീട്ടിൽ വെച്ച് മുഹസീനയുടെ 7ാമത്തെ പ്രസവം നടന്നത്. 3-ാം ദിവസം കുഞ്ഞു മരിച്ചു. പ്രസവത്തിന് പിന്നാലെ കടുത്ത ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ട മുഹസീനയ്ക്ക് അക്യുപങ്ചർ ചികിത്സയാണ് ഇബ്രാഹിം നൽകിയതെന്നും ചികിത്സയുടെ ഭാഗമായി ശരീരത്താകമാനം ഉണ്ടായ മുറിവുകളാണ് മരണത്തിലേക്ക് എത്തിച്ച അണുബാധയ്ക്ക് കാരണമെന്നുമാണ് മുഹസീനയുടെ കുടുംബത്തിന്റെ പരാതി. ശരീരത്തിലെ മുറിവുകൾ പുഴുവരിച്ച നിലയിലായിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. പിന്നീട് മുഹസീനയുടെ കുടുംബം നിർബന്ധിച്ചാണ് ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോഴേക്കും അണുബാധ ഗുരുതരമായിരുന്നു. പിന്നാലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു മരണം. 1 വർഷം മുൻപ് ഇവരുടെ 3 വയസ്സുള്ള പെൺകുട്ടിയും മതിയായ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടുവെന്ന് കുടുംബ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മുൻപ് തിരൂരിൽ അക്യുപങ്ചർ ക്ലിനിക്ക് നടത്തുകയായിരുന്നു ഇബ്രാഹിം. ഈ ദമ്പതികൾക്ക് 7 മക്കളാണ് ഉണ്ടായിരുന്നതെന്ന് ബന്ധുവായ യുവാവും പറയുന്നു. ഇതിൽ 2 കുഞ്ഞുങ്ങൾ മരിച്ചു. 3 വയസ്സുള്ള കുട്ടി ചികിത്സ ലഭിക്കാതെയാണ് മരിച്ചത്. 7ാമത്തെ പ്രസവത്തിൽ ജനിച്ച കുട്ടി 6 ദിവസത്തിന് ശേഷം മരണപ്പെടുകയായിരുന്നു. അക്യുപങ്ചറിസ്റ്റായ ഭർത്താവ് വീട്ടിലായിരുന്നു പ്രസവമെടുത്തത്. ഈ പ്രസവശേഷമുള്ള ശുശ്രൂഷകൾ മുഹസീനയ്ക്ക് നൽകിയിരുന്നില്ല. ഇതിൽ സംഭവിച്ച വീഴ്ചകളാണ് യുവതിയുടെ ജീവനെടുത്തതെന്നാണ് ബന്ധുവും വ്യക്തമാക്കുന്നത്. ആശുപത്രിയിൽ വെച്ചാണ് യുവതി മരണപ്പെട്ടതും. യുവതിയുടെ ശരീരം വ്രണം കൊണ്ട് പുഴുവരിച്ച നിലയിലായിരുന്നു. യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളും ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. 4 ആൺമക്കൾക്ക് ശേഷം 4 തവണ മുഹസീന ഗർഭിണിയായെങ്കിലും ഒരിക്കൽ പോലും ഒരു ഡോക്ടറെ കാണാനോ ആശുപത്രിയിൽ ചികിത്സ തേടുവാൻ അവൾക്ക് സാധിച്ചില്ല എന്നതാണ് ഞെട്ടിക്കുന്നത്. പുഴുത്തു ചത്താലും ആശുപത്രിയിൽ പോകില്ല എന്ന അന്ധമായ പഠിപ്പിക്കലുകളുടെ ഇരയായി അവർ മാറുമ്പോൾ ആ പെൺകുട്ടിയുടെ ആന്തരിക അവയവങ്ങളിലെ ഇൻഫെക്ഷൻ ബാധിച്ചു തകർന്നിരുന്നു. മുഹസീനയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും മൃതദേഹം കുളിപ്പിച്ചവരും കണ്ടത് ഭീകരമായ കാഴ്ചകളായിരുന്നു. ആ ശരീരത്തിൽ ആഴത്തിലുള്ള പൊള്ളലേറ്റ പാടുകൾ ഉൾപ്പെടെ ക്രൂരമായ പരീക്ഷണങ്ങൾ നടന്നതിന്റെ അടയാളങ്ങളുണ്ട്. ചികിത്സ എന്ന പേരിൽ നടന്ന ഇത്തരം പീഡനങ്ങൾ ഒരു ഭീതിപ്പെടുത്തലാണ്. ഇതേ രീതിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് മുഹസീനയുടെ 3 വയസ്സുകാരി മകൾ മരിച്ചപ്പോൾ അധികാരികൾ ശക്തമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഈ മരണം സംഭവിക്കില്ലായിരുന്നു. ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ സർക്കാരും സമൂഹവും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.